ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രെയിൻ സോഡീസിൻ്റെ ഒരു സ്റ്റീരിയോ റിമോട്ട് കിറ്റാണ്. ഇതിൽ വരുന്നത് ഈ ഒരു മെയിൻ ബോർഡും പിന്നെ ഒരു എൻകോഡർ, ഒരു USB സോക്കറ്റ്, പിന്നെ ഒരു ബ്രെയിൻ സോഡീസിൻ്റെ തന്നെ ഒരു USB മൊഡ്യൂള്. ഇത് നമുക്ക് സാധാരണ USB മൊഡ്യൂളും യൂസ് ചെയ്യാം, ഇതും യൂസ് ചെയ്യാം. ഇതൊരല്പം ക്വാളിറ്റി കൂടിയതാണ്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു USB മൊഡ്യൂളാണിത്. ഇതിൽ 4 സ്വിച്ച് കൂടെ വരുന്നുണ്ട്. ഈ ടൈപ്പിലുള്ള 4 സ്വിച്ച് വരുന്നുണ്ട്. ഞാനിതിപ്പം നമ്മൾ ആംപ്ലിഫയറിൽ പാനൽ ചെയ്യുമ്പോൾ ഈ സ്വിച്ച് വരാതിരിക്കാൻ വേണ്ടി അതിനെ ഇളക്കി മാറ്റിക്കണതാണ്. അതാണ് ഈ ബോർഡിൽ മാർക്കിങ്, ഇളക്കിയ സമയത്തുള്ള മാർക്കിങ്ങാണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡബിൾ സൈഡ് PCB ആണ്. അപ്പോൾ നമ്മളിത് ഇളക്കാൻ കുറച്ച് പാടാണിത്. ഇതുപോലത്തെ ബട്ടൺ സ്വിച്ചാണ്, വലിയ സ്വിച്ചാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണത്. പിന്നെ ഇതിൻ്റെ IR സെൻസർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. IR സെൻസർ ഇവിടെയാണ് വരുന്നത്, കണ്ടില്ലേ? അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ USB മൊഡ്യൂൾ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോഴിതൊന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ റിമോട്ട് ഇതാണ്. ഇപ്പോൾ ഈ മൊഡ്യൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് നമുക്ക് പ്രത്യേകം വേറെ റിമോട്ടുണ്ട്. ഈ റിമോട്ട് വെച്ചാണ് അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ സാധാരണ മൊഡ്യൂളിലൊക്കെ വരുമ്പോഴത്തേക്ക് ടൈപ്പ് റിമോട്ട്. ഇതിൽ നമുക്കൊരു മൈക്കിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. ഇതിൽ USB മൊഡ്യൂൾ നമ്മളെ USB സോക്കറ്റ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇത് പവറും, പിന്നെ ഇത് നമ്മളെ റിമോട്ട് കിറ്റിലേക്ക്, അതായത് ഇതിൻ്റെ ഔട്ടാണ്, ലെഫ്റ്റും റൈറ്റും ഔട്ടും, പിന്നെ IR സെൻസറിൻ്റെ കണക്ഷനും. ഇവിടെ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ അതിൻ്റെ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മൈക്കിൻ്റെ സോക്കറ്റ്, ഇത് ഓക്സ് ഇൻപുട്ട്, അതാണ് ഇതിൽ വരുന്നത്. ഇത്രയും കണക്ഷനേ ഇതിലുള്ളൂ. അതുപോലെ പിന്നെ ഒരു ഓക്സിൻ്റെ സോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ 3 ഓക്സ് വരുന്നുണ്ട്, അതിൻ്റെ സോക്കറ്റാണിത്. പിന്നെ ഇതാണ് റിമോട്ട്. ഇത് നമ്മുടെ സാധാ 5.1 റിമോട്ടാണ്. നമുക്കിത് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഇതിൻ്റെ വയറിംഗ് കിറ്റ്. ഇതിൻ്റെ ആവശ്യമായി കണക്ട് ചെയ്യേണ്ട എല്ലാ വയറിംഗ് കിറ്റും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. ഇത് വർക്കാവുന്നത് 12 വോൾട്ട് മുതൽ 16 വോൾട്ട് വരെയാണ് ഇവർ പറയുന്നത്. ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 12 വോൾട്ടിൻ്റെ ഒരു SMPS ആണ്. ഇനി ബാക്കി കണക്ഷനായിട്ട് വരുന്ന ഇത് ഓക്സാണ്. 3 ഓക്സ് ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് സ്റ്റീരിയോ റിമോട്ട് കിറ്റ് ആണെങ്കിലും നമുക്കിതിൽ സബിൻ്റെ ഒരു പ്രീ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോളെല്ലാം നമ്മൾ പക്ഷേ ചെറിയ വോളിയം കൺട്രോൾ വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇതിൽ നേരെ ഒരു സബിൻ്റെ ഫിൽറ്ററിൽ കൊടുത്ത് യൂസ് ചെയ്യേണ്ടി വരും. ഇതൊരു സ്റ്റീരിയോ റിമോട്ട് കിറ്റ് ആണെങ്കിലും നമുക്കിതിനൊരു 2.1 റിമോട്ട് കിറ്റായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ സബിൻ്റെ കൺട്രോളൊന്നും ഇതിൽ വരില്ല. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ USB മൊഡ്യൂളിൻ്റെ കണക്ഷൻ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട +5 വോൾട്ട് ഗ്രൗണ്ട് IR, അത് ഈ കണക്ടറാണ്. അത് നമ്മളിവിടെ കൊടുക്കുക. പിന്നെ വരുന്ന ഇത് നമ്മുടെ എൻകോഡറാണ്. എൻകോഡറിൻ്റെ കണക്ഷനും കൊടുക്കുക. പിന്നെ വരുന്നത് ഇത് നമ്മളെ ബ്ലൂടൂത്ത്, ഈ പാനലിൻ്റെ ഓഡിയോ ഔട്ട് ഇതിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ കേബിൾ യൂസ് ചെയ്യാം, അതല്ലേ? ഇതിലൊന്ന് നേരെ ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിൽ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്. പിന്നെ വരുന്നത് USB. നമ്മളെ USBയുടെ സോക്കറ്റ് കൊടുക്കേണ്ട ഇതിലാണ്. അത് നമ്മുടെ ഈ കണക്ടറിൽ കൊടുക്കുക. എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. എല്ലാ കണക്ടറും വയറും അതിൻ്റെ കൂടെ തന്നെ അവർ തരുന്നുണ്ട്. ഇനി ഇത് നമ്മളെ ആമ്പിലേക്ക് കൊടുക്കേണ്ടതാണ്. പവർ ആമ്പിൻ്റെ കൊടുക്കേണ്ട ഇത് ഔട്ടാണിത്. പവർ ആമ്പിൽ കൊടുക്കേണ്ട ഇൻപുട്ടാണിത്. റിമോട്ട് കിറ്റിൽ നിന്ന് വരുന്ന ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട്, ഇത് 3ഉം ഇതിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രീസെറ്റാണ്. നമുക്കിനി ഇതിനൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓണായിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പം USB-യിലാണ് കിടക്കുന്നത്, അപ്പോഴേ ഈ പാനൽ ഓണായിരിക്കും. ഓക്സ് മോഡലാക്കുമ്പോൾ ഈ USB മൊഡ്യൂൾ നമ്മുടെ സാധാരണ റിമോട്ട് കിറ്റിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഓഫ് ആവുന്നതാണ്. USB-യിൽ കൊടുക്കുമ്പോഴേ ഇത് ഓണാവുള്ളൂ. ഇത് വൈറ്റ് കളർ ഡിസ്പ്ലേ ആണ്. നമ്മൾ പാനലിൽ വയ്ക്കുമ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണിത്. വലിയ ഡിസ്പ്ലേ ആണത്. പിന്നെ നമ്മുടെ സാധാരണ റിമോട്ട് കിറ്റിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ വരുന്നത്. പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നതിൽ കുറച്ച് ഇതുണ്ട്. കാരണം ഇത് 5.1 റിമോട്ടാണ്. ഇതിൽ ഈ സെൻറ്റർ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ മിഡാണ്, കണ്ടില്ലേ?
ഇത് 3-way ടോൺ കൺട്രോൾ വെച്ചാണ് വരുന്നത്. ഇതിൽ മിഡുണ്ട്, പിന്നെ ഈ സബ് എന്നിരിക്കുന്നത് ബാലൻസ് ആണ്, പിന്നെ മറ്റേ ഇതിൽ വോളിയം എന്നിരിക്കുന്നത് വോളിയം തന്നെയാണ്, പിന്നെ ഈ ഫ്രണ്ട് എന്നിരിക്കുന്നത് ഗെയിനാണ്, പിന്നെയുള്ളത് ഇത് ബാസ്, ട്രബിള്, പിന്നെ ഇത് നമ്മുടെ USB മൊഡ്യൂളിൻ്റെ പാട്ട് മാറ്റാനും പിന്നെ പോസ് ചെയ്യാനും വോളിയവും ഒക്കെയാണ് വരുന്നത്. USB മൊഡ്യൂളിൻ്റെ വോളിയം നമുക്ക് ഇതിൽ തന്നെ കൂട്ടാം. ഇത് തന്നെ ബാസ്, ട്രബിള്, മിഡ് ഇങ്ങനെ 3 കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 3-way നല്ല ടോൺ കൺട്രോൾ ഉണ്ട്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ICയും ഒറിജിനൽ ICയാണ്. TDA 7439 എന്ന് പറയുന്ന മലേഷ്യ മെയ്ഡ് ICയാണ് STയിൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ICയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി നല്ല ഒറിജിനൽ ICയാണത്. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയാണ്. ഇതിൽ പാട്ട് കേൾക്കുമ്പോൾ നല്ല ബാസും ട്രബിളും മിഡും എല്ലാം കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ഉടനെ വരുന്നതാണ്. അതിൻ്റെ വീഡിയോയിൽ നമ്മളതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കാം. അപ്പോൾ ഈ റിമോട്ട് കിറ്റിൻ്റെ വില വരുന്ന ഈ ഡിസ്പ്ലേയും ഇതും കൂടെ വരുന്നത് ഒരു 1500 1400 ആ റേഞ്ചിലേക്കാണ് വരുന്ന വില. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ USB മൊഡ്യൂൾ മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. USB മൊഡ്യൂളും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഇറങ്ങുന്നതിൽ നല്ല ക്വാളിറ്റിയാണിത്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന കിറ്റുകളിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഈ പാനലെന്ന് വരുന്നത്. ഇതിൽ തന്നെ ഈ സ്വിച്ചൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ മാറ്റിക്കുകയാണ്. നമ്മളിപ്പം സ്റ്റീരിയോ റിമോട്ട് ആംപ്ലിഫയറോ അതുപോലെ 5.1 ഉണ്ടായിരുന്നാലും അതിനെല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വേവ് ഫ്ലാഗ് ഫയലൊക്കെ ഇത് എടുക്കുന്നതാണ്. പിന്നെ ഡിസ്പ്ലേ നമുക്ക് ഇപ്പോൾ ഇത് ബ്ലൂടൂത്ത് മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ വൈറ്റ് കളർ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നമ്മൾ പാനലിനകത്ത് വരുമ്പം വലിയ ഡിസ്പ്ലേ ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുന്ന ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഉടനെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.